ഹലോ. ഇന്നത്തെ ടോപ്പിക് ക്രിക്കറ്റ് അല്ലെങ്കിൽ ബാസ്കറ്റ് വോളിബോൾ കളിക്കുന്നൊരു ഇഞ്ചുറിയാണ്. അതായത് ബോൾ പെട്ടെന്നിങ്ങനെ ഇടിക്കുമ്പോൾ വിരലിൻ്റെ അവിടെ ഇടിക്കുമ്പോൾ വിരൽ പെട്ടെന്നിങ്ങനെ മടങ്ങിപ്പോവും. അങ്ങനെ മടങ്ങിപ്പോകുമ്പോൾ നമ്മൾ ഈ സ്ട്രക്ചർ കണ്ടില്ല, ടെൻഡൻ എന്ന് പറയും. ഇത് നമ്മുടെ മസിൽ എല്ലിൽ വന്ന് പിടിപ്പിക്കുന്ന സ്ട്രക്ചറാണ്. കൊളോക്കിയലി നമ്മളത് ഞരമ്പാണ് പറയും, പക്ഷേ ഞരമ്പല്ല, അത് പ്രയോജനം കറക്റ്റല്ല, ടെൻഡൻ എന്നാണ് പറയാം. ഈ ടോപ്പിക്ക് നമുക്ക് ഞരമ്പ് ഉപയോഗിക്കാം. ഞരമ്പ് എല്ലിൽ വന്ന് പിടിപ്പിക്കുന്ന ഭാഗത്ത് പ്രശ്നം വരും. സോ പെട്ടെന്ന് വിരൽ മടങ്ങി പോകുമ്പോൾ ആ ടെൻഡൻ എല്ലിൽ നിന്ന് വിട്ടുപോകും. സോ ഈ ടെൻഡൻ, ഈ മസിലിൻ്റെ ആക്ഷൻ തന്നെ വിരൽ സ്ട്രേറ്റ് ആക്കാനാണ്. സോ ആ ടെൻഡൻ പൊട്ടിപ്പോയാൽ എന്താ പറ്റുക? ഇത് മടങ്ങും. കാരണം നമുക്ക് ഇവിടെ മസിൽസ് ഉണ്ട്. ഈ മസിലിൻ്റെ ആക്ഷൻ മടങ്ങാനും ഈ മസിലിൻ്റെ ആക്ഷൻ സ്ട്രേറ്റ് ആക്കാനാണ്. സോ ടെൻഡൻ പൊട്ടുമ്പോൾ മസിലിൻ്റെ ആക്ഷൻ വിരലിലേക്ക് വരില്ല. സോ വിരലിങ്ങനെ മടങ്ങിപ്പോവും. ഇത് നല്ലൊരു ഇഞ്ചുറി അല്ല. കാരണം കുറച്ച് സമയം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ജോയിൻറ്റ്സിൽ ഇത് എഫക്റ്റഡ് ആവാൻ തുടങ്ങും. ഇത് വണ്ടിയുടെ ഗിയർ പോലെയാണ്. നമുക്ക് 4 ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. ഒരു ഗിയർ പോയാൽ ബാക്കി 2 ഗിയർ എഫക്റ്റഡ് ആവും. ഇതിനധികം പ്രശ്നം വരില്ല, പക്ഷേ ഈ 2 ജോയിൻറ്റ് എഫക്റ്റഡ് ആവും. സോ എന്താ പറ്റുമെന്ന് വെച്ചാൽ കുറേ നാളിങ്ങനെ മടങ്ങി പോകുമ്പോൾ ചുറ്റുള്ള മസിൽസ് അല്ലെങ്കിൽ ലിഗമെൻറ്റ്സ് ഒക്കെ ടൈറ്റ് ആവും. ടൈറ്റ് ആയാലും എന്താ പറ്റുക? എല്ലിൻ്റെ ഇടയിൽ പ്രസ്സിങ് വരും, എല്ല് ദ്രവിക്കാൻ തുടങ്ങും. സോ ജോയിൻറ്റിൻ്റെ മുകളിൽ മസിൽ കൺട്രോൾ ഇല്ലെങ്കിൽ അത് എല്ലിനെ ബാധിക്കും. സോ ട്രീറ്റ്മെൻറ്റ് എന്താ? അധികം ടെൻഡൻ ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മളത് കമ്പി അല്ലെങ്കിൽ സർജറി വെച്ച് ശരിയാക്കേണ്ടി വരും. ആ ടെൻഡൻ ഹീലാവാനാണ് ബോണിലേക്ക്. താങ്ക് യു.